സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ ഇന്നും നാളെയും കടകളടച്ച് പണിമുടക്കും. വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് റേഷൻ വ്യാപാരി കോർഡിനേഷൻ കമ്മിറ്റി സമരം നടത്തുന്നത്. തിരുവനന്തപുരത്ത് 2 ദിവസത്തെ രാപ്പകൽ സമരവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ പാലോട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അതിൽ പാലോട്, റേഷൻ വ്യാപാരികളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തെല്ലാമാണ്? പ്രധാനമായും തങ്ങളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്നുള്ളതാണ് വ്യാപാരികളുടെ പ്രധാനപ്പെട്ട ആവശ്യം. വർഷങ്ങളായി വേതനം നൽകുന്നത് പഴയ സമ്പ്രദായം അനുസരിച്ചും പഴയ രീതിയിലുമാണ്. വിലക്കയറ്റം സർവ്വസാധാരണമാണ്. പക്ഷേ അതിനനുസരിച്ചുള്ള വേതന പരിഷ്കരണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യം. മറ്റൊന്ന്, ഈ കോവിഡ് കാലത്ത് നൽകിയ കിറ്റിൻ്റെ കമ്മീഷൻ സർക്കാർ ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഇതിനോടൊപ്പം വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമാക്കുക എന്നതടക്കമുള്ള നിരവധി ആവശ്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം വേതനം കൂട്ടുക എന്നുള്ളതാണ്. ഇതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമരം നടത്തുന്നതോടെ സംസ്ഥാനത്ത് റേഷൻ വിതരണം 2 ദിവസത്തേക്ക് സ്തംഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെയും മിനിയാന്നും അവധിയായിരുന്നു റേഷൻ കടകൾ. അതുകൊണ്ട് തുടർച്ചയായി 4 ദിവസം റേഷൻ കടകൾ അടഞ്ഞു കിടക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അത് ജനങ്ങളെ വലയ്ക്കുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. ഇതിനൊപ്പം ഈ കടകളടച്ച് സമരം ചെയ്യുന്നതിനൊപ്പം തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ എല്ലാ സംഘടനകളുടെയും, വ്യാപാരി സംഘടനകൾ, എല്ലാ പാർട്ടികളുടെയും അനുകൂലിച്ചുകൊണ്ടുള്ള സംഘടനകളുണ്ട്. എല്ലാവരും ചേർന്നുള്ള സമരമാണ് നടത്തുന്നത്. ഇന്ന് രാവിലെ മുതൽ രാപ്പകൽ സമരം ആരംഭിക്കുകയാണ്. രാപ്പകൽ സമരം CITU ആണ്. CITUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുക. നാളെ വൈകുന്നേരം 5 മണിക്ക് സമാപന സമ്മേളനം VD സതീശൻ ഉദ്ഘാടനം ചെയ്തതായാലും വ്യാപാരികൾ മുഴുവൻ കടകൾ അടച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. ഇന്നും നാളെയും റേഷൻ കടയിലേക്ക് ആരും പോകേണ്ടതില്ല. റേഷൻ കടകൾ അടഞ്ഞു തന്നെ കിടക്കും. റേഷൻ വ്യാപാരികൾ സമരത്തിലാണ് ഇന്നും നാളെയും. അതിൽ പലരോട് പറഞ്ഞത് പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഇനി മറ്റന്നാൾ മാത്രമേ നിങ്ങൾ റേഷൻ കടയിൽ പോയാൽ മതി. ഇന്നും നാളെയും എല്ലാ കടകളും അടച്ചിട്ട് റേഷൻ വ്യാപാരികൾ പണിമുടക്കിലാണ്. മുതലപ്പുഴയിൽ നിന്നും ഒരു